മാസപ്പടി കേസിൽ വീണ ടി നാളെ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ഹാജരാകാൻ സാവകാശം തേടി ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് സമയം നീട്ടി ചോദിച്ചത്. അതേസമയം CMRL MD ശശിധരൻ കർത്തയോടും നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവമി ദിനേശിലേക്ക്. നവമി, എന്തായാലും നാളെ ഹാജരാകാനായിരുന്നു വീണയ്ക്കും അതോടൊപ്പം CMRL MD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. വീണ ഹാജരാകില്ല എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ് പറയുന്നത്? മറ്റുദ്യോഗസ്ഥർ, അതായത് CMRLന്റെ ഉദ്യോഗസ്ഥർ നാളെ ഹാജരാകുമോ? അതുമായി ബന്ധപ്പെട്ടതിന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, നാളെ മുതലാണ് മാസപ്പടി കേസിലെ ചോദ്യം ചെയ്യലുകൾ ആരംഭിക്കുന്നത്. അതിൽ 9-ലധികം പേർക്കാണ് ഇതുവരെയും നോട്ടീസ് അയച്ചത്. നിലവിൽ വീണ വിജയനെയും അതോടൊപ്പം തന്നെ CMRL MD ശശിധരൻ കർത്തേനെയുമാണ് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED സമൻസ് അയച്ചത്. ഇപ്പോൾ വീണ വിജയൻ നാളെ ഹാജരാകാൻ കഴിയില്ല എന്ന മറുപടിയാണ് ഇമെയിലൂടെ EDക്ക് നൽകിയിരിക്കുന്നത്. അത് പറയുന്ന കാരണം തന്റെ ആരോഗ്യ പ്രശ്നമാണ്. സാധാരണ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അടക്കമുണ്ടെങ്കിൽ ED അത് ചോദ്യം ചെയ്യൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റുന്നതാണ്. അങ്ങനെ ഇവിടെയും വീണ വിജയൻ സമാനമായ രീതിയിൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നാളെ ഹാജരാകാൻ കഴിയില്ല എന്ന് EDയെ അറിയിച്ചിട്ടുണ്ട്. ഇമെയിൽ മുഖേന ഇന്നലെയാണ് ഇക്കാര്യം അറിയിച്ചത്. അതോടൊപ്പം തന്നെ ED ആവശ്യപ്പെട്ട രേഖകളും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അഭിഭാഷകൻ മുഖേന എത്തിക്കാമെന്നുകൂടി EDക്ക് മുന്നിൽ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ED മറ്റൊരു ദിവസത്തേക്ക്, അതായത് അടുത്ത എന്നാണോ വീണയെ ചോദ്യം ചെയ്യേണ്ടത് ആ ദിവസത്തെ നോട്ടീസ് ഇന്ന് തന്നെ സമൻസായിട്ട് അയക്കുമെന്നാണ് ED ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച, ഈ വരുന്ന ആഴ്ചയിൽ തന്നെ എത്രയും വേഗം ഈ വരുന്ന ആഴ്ച തന്നെ വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമൻസ് അയക്കുമെന്നാണ് ED ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. പിന്നൊന്ന് ശശിധരൻ കർത്തയാണ്. ശശിധരൻ കർത്തയെ നാളെയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്, വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശശിധരൻ കർത്ത ഇതുവരേക്കും മറ്റ് അസൗകര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല.